ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? നമ്മൾ കുറേ ദിവസമായില്ല ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട്, ഇതുപോലെ വോയിസ് കൊടുത്തിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ട് കുറേ ആയി. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നന്നായിട്ട് വീഡിയോ ഒക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മൾ വീഡിയോസിന് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നും നമ്മൾ കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യില്ലേ, അപ്പോൾ ഇന്നൊന്നും പുറത്ത് പോകുന്ന വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഖത്തറിലാണ്. ഖത്തറിൽ ഇക്കയും മോനില്ലാതെ ആദ്യമായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെയാണ് വന്നിട്ടുള്ളത്. ഇക്ക മോനും നാട്ടിൽ പോയിക്കാണ് കേട്ടോ, അത്യാവശ്യമായിട്ട് പോകേണ്ട ആവശ്യം വന്ന്. അപ്പോൾ തന്നെ നമ്മൾ വന്നിട്ടുള്ളത് നാഷണൽ മ്യൂസിയം കാണാനാണ്. ഇവിടെ ഖത്തർ ഐ ഡി ഉള്ളവർക്ക് ഫ്രീ ആണ് കേട്ടോ, അല്ലാത്തവർക്ക് 100 റിയാലുണ്ട് ടിക്കറ്റിൻ്റെ ഫീ വരുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് എന്നിട്ട് ഉള്ളിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഖത്തർ ഐ ഡി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും വരണം കേട്ടോ, കാരണം അത്യാവശ്യം കാണാനുണ്ട്. പിന്നെ നല്ല എന്താ പറയുക, നമുക്ക് ഒരു പഴയ ഫീൽ കിട്ടും കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ തന്നെ. പണ്ടത്തെ സാധനങ്ങൾ, പണ്ട് ഉപയോഗിച്ചിരുന്നത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ ഇവിടെ ഉള്ളത്. അതാണത്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, പണ്ടൊക്കെ ഈ ലേഡീസൊക്കെ ഫേസ് കവർ ചെയ്തിരുന്നത് ഇത് വെച്ചിട്ടാണ് കേട്ടോ. അതാണ് സംഭവം. ഇപ്പം നമ്മൾ ഉള്ളിലേക്ക് കയറി ഇവിടെ ഇങ്ങനെ ഒരു ഫിഷിൻ്റെ സ്ട്രക്ചറും പിന്നെ കുറച്ച് സ്കെലറ്റൺ അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാര്യമായിട്ട് എന്താ പറയുക, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ കണ്ടിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ അവിടെ കുറച്ച് ബേർഡ്സുകൾ, അതുപോലെ അനിമൽസ് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് പിക്സാന്ന് തോന്നും, പക്ഷേ ഡയറക്റ്റ് കാണുമ്പോൾ എന്താ പറയുക, ഒറിജിനലായിട്ട് നിൽക്കുന്ന ഒറിജിനൽ അനിമൽസ്, ബേർഡ്സ് പോലെ നമുക്ക് തോന്നും കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ഇവിടെ നിന്നിട്ട് ഏറ്റവും കൂടുതൽ ഇതിനുള്ളിൽ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടത്. പിന്നെ ഇവിടെ നമുക്ക് ഓരോ ബേർഡ്സിൻ്റെ ഇതിൻ്റെയൊക്കെ നെയിം നോക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ നോക്കാം കേട്ടോ. ഇത് നമ്മളെ കടലിൻ്റെ അടിയിലുണ്ടാവില്ലേ, അങ്ങനെ സ്റ്റാർ ഫിഷ്, പിന്നെ ഇങ്ങനെ കടലിൻ്റെ അടിയിൽ ഫിഷുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ. അതൊക്കെയാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ വന്നാൽ ശരിക്കൊരു മഴ പെയ്യുന്നൊരു ഫീലാണ് കേട്ടോ. കാരണം ശരിക്കും ഒറിജിനലായിട്ട് എന്താ പറയുക, ഒരു 3D എഫക്റ്റ് എന്ന് പറയുക, അതാണ് ഇതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഒട്ടക പക്ഷിയോ എന്തോ പറയില്ല ഇതിന്, ഇതൊക്കെ ശരിക്കും ഒറിജിനൽ പോലെ തോന്നും. അതിൻ്റെ ഈ കാലിൻ്റെ ഭാഗമൊക്കെ നോക്കി ശരിക്കും ഒറിജിനലായിട്ട് വെച്ചിട്ടുള്ള പോലെ തോന്നും. പിന്നെ ഇത് നമ്മൾ പണ്ട് യൂസ് ചെയ്തിരുന്ന ടൂൾസുകളാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതെന്തൊക്കെ കല്ലുകളാണെന്ന്, പക്ഷേ ഇത് എന്തൊക്കെ പണ്ട് യൂസ് ചെയ്തിരുന്ന ടൂൾസുകളുണ്ടല്ലോ, ആയുധങ്ങൾ അങ്ങനത്തതൊക്കെയാണ്. പിന്നെ അവിടെ നിന്ന് നടന്നിട്ട് ഇത് പണ്ട് യൂസ് ചെയ്തിരുന്ന ആഭരണങ്ങൾ, ഇതൊക്കെ ഒറിജിനലാണ് കേട്ടോ. അങ്ങനത്തെ ആഭരണങ്ങൾ അതൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പാത്രങ്ങൾ, ഇവിടെ എല്ലാത്തിൻ്റെ സൈഡിൽ ഇതേപോലെ ഇങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് എന്തൊക്കെ സംഭവങ്ങളാണ്, ഇത് എന്തൊക്കെയാണ്, എത്ര വർഷം പഴക്കമുള്ളതാണ്, അതൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഓരോന്നിൻ്റെ നെയിമുകൾ അതൊക്കെ കാണാൻ പറ്റും നമുക്ക്. ഇതൊക്കെ പണ്ട് യൂസ് ചെയ്തിരുന്ന ആയുധങ്ങളൊക്കെ കേട്ടോ. അതായത് ആയുധങ്ങൾ മാത്രമല്ല, എന്താ പറയുക, കപ്പലിൽ തോണി തുഴയുന്ന സംഭവം ഉണ്ടല്ലോ, പങ്കായ, അതൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഇതാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്, മുഖത്ത് ഇട്ടിരുന്നത് ഫസ്റ്റ് എൻട്രൻസിൽ ഞാൻ കാണിച്ചിരുന്നില്ലേ,
അതാണ് മുഖത്തെട്ടിയിരുന്നത്. പിന്നെ അത് പണ്ട് ഒട്ടകത്തിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വെക്കുന്ന സാധനങ്ങളൊക്കെ കേട്ടോ. പിന്നെ അത് അന്നത്തെ കാലത്ത് അവർ കിടക്കാൻ യൂസ് ചെയ്തിരുന്ന മാറ്റ് അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ്. പിന്നെ അത് പണ്ട് യൂസ് ചെയ്തിരുന്ന ഡ്രസ്സുകൾ. ഇതൊക്കെ ആഭരണങ്ങളാണ് കേട്ടോ. നേരത്തെ കണ്ടിരുന്ന നമ്മൾ ആഭരണങ്ങൾ അങ്ങനെ ഓരോ സെക്ഷനിലായിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് പണ്ട് യൂസ് ചെയ്തിരുന്ന പാത്രങ്ങൾ. ഞാൻ കുറേ ദിവസമായിട്ട് വോയിസ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് അതിൻ്റേതായ മിസ്റ്റേക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇനിയുള്ള വീഡിയോസൊക്കെ നന്നായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അത് ഇങ്ങനെ തീയിൻ്റെ ഒരു എഫക്റ്റ് കൊടുത്തേക്കാണ്. പണ്ട് യൂസ് ചെയ്തിരുന്ന തീ മാത്രമല്ല, പണ്ട് യൂസ് ചെയ്തിരുന്ന അന്ന് കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ കറണ്ടിന് പകരം യൂസ് ചെയ്തിരുന്ന സംഭവങ്ങളാണ് കേട്ടോ അതൊക്കെ. പിന്നെ ഇത് പണ്ട് വീട് കെട്ടാനൊക്കെ യൂസ് ചെയ്തിരുന്ന കട്ടകൾ, അതിൻ്റെ മെറ്റീരിയൽസ് അതൊക്കെയാണ് കേട്ടോ. പിന്നെ അതപ്പോൾ വീണ്ടും പാത്രങ്ങൾ ഇതൊക്കെ തന്നെ. പിന്നെ ഇവിടെ ടൈം വന്നിട്ട് 7 to 7 കേട്ടോ ടൈമുള്ളത്. നൈറ്റ് 7 മണി വരെ ഉണ്ട്. 7 മണി കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റില്ല. പിന്നെ ഇതാ കുറച്ച് ഫിഷിൻ്റെ അതൊക്കെ. പിന്നെ അതിൻ്റെ ഉള്ളിലേക്കാണ് പോകാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഏകദേശം ഞങ്ങൾ 7 മണി ആവാനായിട്ടുണ്ടായിരുന്നു വരുമ്പോൾ തന്നെ. അപ്പോൾ അങ്ങോട്ട് ഉള്ളിലേക്കൊന്നും ഉള്ളിൽ അത്യാവശ്യം കാണാനുണ്ട്. അപ്പോൾ ഞങ്ങൾ കണ്ടു കഴിയുമ്പോഴേക്കും തന്നെ സമയം അത്യാവശ്യം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 7 മണി ആയപ്പോൾ പിന്നെ ചില ഭാഗങ്ങളൊക്കെ ക്ലോസ് ചെയ്ത് തുടങ്ങി. പിന്നെ ഇതാ ഡ്രസ്സുകൾ ഇതൊക്കെ തന്നെ കേട്ടോ. പിന്നെ ഇത് പണ്ടത്തെ മെഷീൻസ് കാര്യങ്ങളൊക്കെ കേട്ടോ.
هذا خلاص مستوى، غير مسؤول وغير متوقع. പിന്നെ ഇതാ നമ്മൾ പുറത്തുനിന്ന് എടുത്തുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ അത്. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഒരു പ്രത്യേകത ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ ഒരു സ്ട്രക്ചർ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പുറത്തുനിന്ന് എടുത്ത കുറച്ച് വീഡിയോസൊക്കെ ആണത്. ഇവിടെ ഇങ്ങനെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കുറേ ബിൽഡിങ്ങുകൾ കാര്യങ്ങൾ ഒക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ അതാ പുറത്താണ് കേട്ടോ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പണ്ട് കപ്പൽ മറിഞ്ഞിട്ടുള്ള ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കേട്ടോ അവിടെ കൊടുത്തിട്ടുള്ളത്. കപ്പൽ മറിഞ്ഞിട്ട് അതേപോലെ ഈ ബോക്സുകളൊക്കെ എടുക്കുന്നില്ലേ, ഇവിടെ ഈ കപ്പൽ മറിഞ്ഞിട്ട് അതിൽ പണ്ടത്തെ കുറച്ച് കപ്പൽ മറിഞ്ഞിട്ടുള്ള സാധനങ്ങൾ, അവരുടെ ഫുഡ് ഐറ്റംസ്, പാത്രങ്ങൾ, പിന്നെ അതൊക്കെ കേട്ടോ ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. എന്താ വെച്ചാൽ നാണയങ്ങളുണ്ട്, പിന്നെ ഈത്തപ്പഴം, പിന്നെ കുറച്ച് പാത്രങ്ങൾ, അതൊക്കെ ഇങ്ങനെ ബോക്സിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ എടുക്കുമ്പോൾ കാണുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നാഷണൽ മ്യൂസിയത്തിൻ്റെ കാഴ്ചകൾ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കാണാനുള്ളതും പുറത്തുള്ളതൊക്കെ. അപ്പോൾ എന്തായാലും പോവാത്തവരാണെന്നുണ്ടെങ്കിൽ പോവാട്ടോ. ഖത്തറിലുള്ള ആൾക്കാർ, ID ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും പോകേണ്ട സ്ഥലമാണ്. പിന്നെ അത് ഞങ്ങൾ അവിടുന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് വന്ന് പിന്നെ ഇവിടുന്ന് ഇനിയിപ്പോൾ സൂക്ക് വാക്കിഫിൽ പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിതാ സൂക്കിലെത്തിയിട്ടുണ്ട്. സൂക്കിൽ വന്നപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഏഷ്യൻ കപ്പിൻ്റെ കപ്പ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഏഷ്യൻ കപ്പ് കേട്ടോ. പിന്നെ എന്താ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച്. തണുപ്പ് എന്ന് പറയുമ്പോൾ ചില ദിവസം നല്ല തണുപ്പായിരിക്കും, ചില ദിവസം ഒരു തണുപ്പുണ്ടാവില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്ത് പിന്നെ ഈ സൂക്കിൻ്റെ ഉള്ളിലത്തെ ഒരു ഇതൊക്കെ ഞാൻ വേറൊരു വീഡിയോസിലായിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ സൂക്കിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് നേരം നടന്നിട്ടോ. ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ ഷോപ്പുകളായിട്ടാണ് കേട്ടോ ഇങ്ങനെയുള്ളത്. അപ്പോൾ ഇത് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് വലിയ കാര്യമൊക്കെ കാണാത്തവർക്കായിട്ട് കാണിക്കാനായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞത്. പിന്നെ അതാ കറി ലീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഹോട്ടലിലേക്കാട്ടെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത്. ഇവിടെ നല്ല നാടൻ ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ.
ഇവിടെ ഇതാ നല്ല നാടൻ പൊതിച്ചോറ്, കിഴി പൊറോട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്നിട്ട് അവിടെ ഉള്ളത്. എല്ലാ ഫുഡും ഉണ്ട്, പക്ഷേ നമ്മൾ നാടൻ ഫുഡാണ് കേട്ടോ കൂടുതലായിട്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവരെ കറി ലീവ്സിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റൊക്കെ എഴുതിയിട്ടുള്ള ഇങ്ങനത്തെ ഒരു ഇതുണ്ട് കേട്ടോ. ഇതാണ് അവരുടെ നമ്പർ. പിന്നെ അത് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇതാ അത്താഴക്കോഴി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റമൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്ത്. നല്ല ടേസ്റ്റ് വന്നിട്ടത് കാണുമ്പോൾ വിചാരിച്ച അത്ര ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷെ ഇതിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ സൂപ്പറാണ്. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിൽ വന്നിട്ട് കഴിച്ച് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഫുഡാണ് ഇവിടുത്തെ. പിന്നെതാ ഞങ്ങൾ 2 പേര് മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്ക് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വേറെ കുറച്ച് ഫ്രണ്ട്സുകളെ കിട്ടി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാട്ടോ വന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇതിൻ്റെ കൂടെ ഞങ്ങൾ ഓർഡർ ചെയ്തത് പൊറോട്ട, ബട്ടർ നാൻ ഇതൊക്കെ ആയിരുന്നിട്ടാ. അപ്പോൾ അതൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടോ അന്നത്തെ വീഡിയോസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.